രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സ് ഇന്നത്തെ ദിവസം 6% ഉയർന്ന് 1089 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 1094, 52 വീക്ക് ലോ 593. 4 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 13.30, ഡിവിഡൻഡ് ഈൽഡ് 0.28%. ടാറ്റ മോട്ടോഴ്സിന് പ്രമുഖ ഇന്റർനാഷണൽ ബ്രോക്കേജായ നമൂറ ബൈ എന്ന റേറ്റിംഗും 26% അപ്സൈഡിൽ 1294 രൂപയുടെ ടാർഗറ്റ് നൽകിയതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. മുമ്പും നമൂറ ന്യൂട്രൽ എന്ന റേറ്റിംഗും 1141 രൂപയുടെ ടാർഗറ്റുമായിരുന്നു ടാറ്റ മോട്ടോഴ്സിന് നൽകിയത്. ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ എക്സിക്യൂഷൻ ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ ഉയരങ്ങളിലേക്ക് എത്തിച്ചേക്കും എന്നാണ് നമൂറയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. ടാറ്റ മോട്ടോഴ്സ് അതിൻ്റെ ഡീമർജർ നടപ്പിലാക്കാൻ പോവുകയാണ്. ഇവിടെ കൊമേഴ്ഷ്യൽ വെഹിക്കിളിനെയും പാസഞ്ചർ വെഹിക്കിളിനെയും പ്രത്യേക എൻറ്റിറ്റിയായി മാർക്കറ്റിൽ ഡീമർജ് ചെയ്യുന്നത് വഴി ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിൽ വാല്യൂ അൺലോക്കിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് നമൂറയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 67%, 2 വർഷം കൊണ്ട് 137% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. കൂടാതെ നമൂറയുടെ റിസർച്ച് റിപ്പോർട്ട് പ്രകാരം ടാറ്റ മോട്ടോഴ്സിൻ്റെ EV to EBITDA വാല്യൂ 2.75 ടൈംസിൽ നിന്നും 3.5 ടൈംസിലേക്ക് വരും സമയങ്ങളിൽ ഉയരാനും സാധ്യതയുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ടാർഗറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനിയുടെ EBITDA മാർജിൻ 8.5%ലേക്കും 2027 ഫിനാൻഷ്യൽ ഇയറോടുകൂടി 10.1%ലേക്കും 2030 11 മുതൽ 12%ലേക്കും EBITDA മാർജിൻ ഉയർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 5400 കോടിയായി മാറി. കമ്പനിയുടെ റവന്യൂ 14% വർദ്ധിച്ച് 1.20 ലക്ഷം കോടിയായി മാറുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ കമ്പനിയുടെ EBITDA 33% വർദ്ധിച്ച് 12810 കോടിയിൽ നിന്നും 17035 കോടിയിലേക്ക് ഉയർന്നു. ടാറ്റ മോട്ടോഴ്സ് മുമ്പൊരു ലോസ് മേക്കിംഗ് കമ്പനിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ക്വാർട്ടർലി റിസൾട്ടുകളായി കമ്പനി പ്രോഫിറ്റ് മേക്കിങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. നമൂറയുടെ റിസർച്ച് റിപ്പോർട്ടിൽ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകിയെങ്കിലും ടാറ്റ മോട്ടോഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വരാനിരിക്കെ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് പൊസിഷൻ എടുക്കുക അത്ര ഉചിതമായിരിക്കുകയില്ല. കാരണം ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവരുന്നത്. ഇതോടൊപ്പം തന്നെ ജൂലൈ മാസത്തെ ടാറ്റ മോട്ടോഴ്സിൻ്റെ സെയിൽസ് റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാലും ജൂൺ മാസത്തെ സെയിൽസ് റിപ്പോർട്ട്, അതായത് ജൂലൈ 1-ാം തീയതി പുറത്തു വന്ന ജൂൺ മാസത്തെ സെയിൽസ് റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാലും ടാറ്റ മോട്ടോഴ്സ് ജൂൺ മാസത്തിൽ അത്ര ഡീസൻറ്റ് പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചത്. കമ്പനിയുടെ സെയിൽസ് 8% ഇടിഞ്ഞിരുന്നു. 80,383 യൂണിറ്റിൽ നിന്നും 74,147 യൂണിറ്റിലേക്കാണ് ഇയർ ഓൺ ഇയറിൽ, അതായത് 2023 ജൂൺ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2024 ജൂൺ മാസത്തിൽ സെയിൽസ് ഇടിഞ്ഞത്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസ് 34,314 യൂണിറ്റിൽ നിന്നും 31,980 യൂണിറ്റിലേക്ക് ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞിരുന്നു. പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ സെയിൽസ് 47,389 യൂണിറ്റിൽ നിന്നും 43,624 യൂണിറ്റിലേക്ക് ഇടിഞ്ഞിരുന്നു. കൂടാതെ ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ സെയിൽസ് നോക്കുകയാണെങ്കിൽ അവിടെ 6% സെയിൽസ് ഉയരുകയും ചെയ്തു. ടാറ്റ മോട്ടോഴ്സിൻ്റെ ജൂൺ മാസത്തെ സെയിൽസ് റിപ്പോർട്ടിൽ സെയിൽസ് ഡിക്ലൈൻ ആയതിൻ്റെ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് 1-ാം തീയതി ടാറ്റ മോട്ടോഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം മാത്രം സ്റ്റോക്കിലെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയും ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയും പരിഗണിക്കുക. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 1050 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകി 1090 ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്ക് 1050 എന്ന ലെവൽ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 1000 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. രണ്ടാമത്തെ അപ്ഡേറ്റ് വരുൺ ബിവറേജ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2.68% ഉയർന്ന് 1685 ക്ലോസിംഗ് നൽകി. 2.14 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 100, ഡിവിഡൻഡ് ഈൽഡ് 0.16%, 52 വീക്ക് ഹൈ 1672, 52 വീക്ക് ലോ 795. വരുൺ ബിവറേജിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ജൂലൈ 31-ാം തീയതി പുറത്തു വരികയാണ്. ഈ ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം സ്റ്റോക്ക് സ്പ്ലിറ്റ് കൂടി പ്രഖ്യാപിച്ചേക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ വരുൺ ബിവറേജ് 2% ഉയർന്നത്. വരുൺ ബിവറേജ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 103% റിട്ടേണും 6 മാസം കൊണ്ട് 30% റിട്ടേണും നൽകിയ സ്റ്റോക്കാണ്. ജൂലൈ 30-ാം തീയതിയാണ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിരിക്കുന്നത്. അന്നത്തെ ദിവസം സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൻ്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പലപ്പോഴും Q1 റിസൾട്ടിനോടൊപ്പം കമ്പനി ബോണസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 പ്രാവശ്യവും ബോണസ് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 62% വർദ്ധിച്ച് 2668 കോടിയിൽ നിന്നും 4317 കോടിയിലേക്ക് ഉയർന്നിരുന്നു. കൂടാതെ കമ്പനിയുടെ പ്രോഫിറ്റ് 144 കോടിയിൽ നിന്നും 548 കോടിയിലേക്ക് ഉയരുകയും 280% വളർച്ച രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന കമ്പനി വളരെ അഗ്രസീവായിട്ടുള്ള ക്യാപെക്സ് പ്ലാനും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സാംബിയ, സിംബാബ്വെ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 5000 മെട്രിക് ടൺ പെർ ആനം ശേഷിയുള്ള മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി കമ്പനി സെറ്റപ്പ് ചെയ്തു. ഇതോടൊപ്പം തന്നെ 400 മില്യൺ ടൺ പെർ ആനം ശേഷിയുള്ള ഒരു DRC പ്ലാന്റും കമ്പനി സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ സൗത്ത് ആഫ്രിക്കൻ ബിവറേജ് കമ്പനിയായ ബെവ്കോ എന്ന കമ്പനിയെ വരുൺ ബിവറേജ് എന്ന കമ്പനി 1320 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്ത് ആഫ്രിക്കൻ മാർക്കറ്റിൽ അതിൻ്റെ പ്രസൻസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കൂടാതെ വരുൺ ബിവറേജ് എന്ന കമ്പനി VBL മൊസാംബിക്ക എന്ന പേരിൽ സൗത്ത് ആഫ്രിക്കയിൽ ഒരു സബ്സിഡറി കമ്പനി കൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വരുൺ ബിവറേജ് എന്ന കമ്പനി അതിൻ്റെ ജിയോഗ്രഫിക്കൽ എക്സ്പാൻഷനിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ പ്രൊമോട്ടേഴ്സിന് 62.6% സ്റ്റേക്ക് ഹോൾഡിംഗ്, പബ്ലിക്കിന് 7.46%, FISന് 25.3%, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 4.5% സ്റ്റേക്ക് ഹോൾഡിംഗുമാണുള്ളത്. 1650 സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് ആണ്. 1650 എന്ന ലെവലിന് മുകളിൽ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. വരും സമയങ്ങളിൽ ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് 1800 രൂപ വരെ ഉയർന്നേക്കാം. 1600ൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്